ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുകയാണ്. അത് നമ്മുടെ ഗപ്പികളതാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഗപ്പി വീണ്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഐറ്റം ഗപ്പികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അയച്ചു, ഇന്നെത്തി. MJ അക്വ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തത്. സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. വെബ്സൈറ്റിനാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഒപ്പം നമ്മൾ ഷ്രിമ്പും 2 ഐറ്റം ഷ്രിമ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്ക് ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഏതായി അറിയില്ല. അപ്പോൾ ചെറിയൊരു പാക്കറ്റിൽ, ഓരോ പാക്കറ്റിലും സിംഗിളാക്കിയിട്ട് ആണ് അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ MJ അക്വ ഷോപ്പിൽ നമ്മൾ 4ാമത്തെ പർച്ചേസാണെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ നമ്മൾ ഒന്നിച്ച് ലൈവ് പ്ലാന്റ്സൊക്കെ ഒന്നിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗപ്പികൾ മാത്രമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം ഗപ്പികൾ നമുക്ക് എടുത്ത് നോക്കി നോക്കാം. ചെറിയ പാക്കറ്റിലാണ് അയച്ചിട്ടുള്ളത്. ഓരോന്നിലും ഓരോ പീസ്, ചെറിയ കുഞ്ഞൻ പീസുകൾ. അപ്പോൾ ഇത് മതി, വേഗം നമുക്ക് 2-3 ദിവസം വരെ ഒരു കുഴപ്പം കൂടാതെ നമ്മളെ കയ്യിലേക്ക് എത്തും. ചെറിയ പാക്കുകളിൽ നമ്മൾ ഗപ്പികൾ എത്തിയിരിക്കുകയാണ്. ഇത് 2 നമ്മൾ പ്ലാന്റ് ഇട്ടത് നമ്മളെ ഷ്രിമ്പാണ്, പിന്നുള്ളതൊക്കെ നമ്മളെ ഗപ്പികൾ. അപ്പോൾ ഒരു ഐറ്റമാണ് ഇപ്പോൾ അതിൽ ഗപ്പി കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ടുള്ളത്. ഇതാ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇതിനെടുക്കാം, ഇല്ലെങ്കിൽ പണിയാവും. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രസവിച്ചത് തന്നെയാണ്. സിൽവറാഡോ HB റെഡാണ് ഈ ഐറ്റം. അതിൻ്റെ ഫീമെയിൽ ഇതാണ്, അതിൻ്റെ മെയിലും ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുഞ്ഞുങ്ങളിൽ തന്നെ വേഗം എടുക്കാം. ഫിഷൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ ബോണസായിട്ട് കിട്ടണം. അതൊരു ഭാഗ്യം തന്നെയാണ് കുഞ്ഞുങ്ങളും അതിൻ്റെ പേരൻസും കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതേമാതിരി തന്നെ നമുക്ക് കൊറിയർ കിട്ടിയപ്പോൾ തന്നെ കവറിൽ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10-12 കുഞ്ഞുങ്ങളുണ്ട്. നമുക്കത് കെട്ടയച്ച് ആയുധൻ്റെ അടുത്ത് നോക്കി നോക്കാം. ഇവിടെ HB റെഡിൻ്റെ ഫീമെയിലാണ്. അപ്പോൾ ചെറിയൊരു ഇയർ ഉണ്ടായിരിക്കും അതിന്. പിന്നെ ഫീമെയിൽ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ കുഞ്ഞുങ്ങളാണ് നമ്മൾ ആദ്യം വേഗം എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ തന്നെ ആദ്യം എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വേറെ ടാങ്കിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മെയിലിനൊക്കെ നോക്കാം. കുഞ്ഞുങ്ങളൊക്കെ മാറ്റി ഫീമെയിലിനെ എടുത്തിട്ടുണ്ട്. ഞാൻ മെയിലിനോടും കാണിക്കാം. അത് നമുക്ക് എന്തായാലും ഒരു ബോണസായിട്ട് നമുക്കൊരു 10-12 കുഞ്ഞുങ്ങൾ കിട്ടി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗപ്പികൾ മേടിക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മെയിലിനോടി നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ഒരു 1.5 ഗപ്പി എന്ന് പറയുന്നത്. സിൽവറാഡോ HB റെഡ് ആണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. അപ്പോൾ ചെറിയൊരു ഇയർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കുറേ മുമ്പുള്ള തന്നെയാണ്, പക്ഷെ നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടൈലും കാര്യങ്ങളും, നല്ല ടൈൽ റൗണ്ട് ടൈലായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ ഇനി ഗ്ലാസ്സിക്ക് കൊണ്ട് എടുത്താൽ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അതിൻ്റെ സൈഡ് വ്യൂ നോക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കൊരു ലുക്ക് അറിയുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് നടുഭാഗത്തൊരു ബ്ലാക്ക് ഷെയ്ഡ് കാണുന്നതുകൊണ്ടാണ് നമ്മൾ HB റെഡ് റോസ് എന്ന് പേര് വരാനുള്ള കാരണം. സാധാരണ സിൽവർ റോഡല്ല, ഇത് ഒരു ബ്ലാക്ക് സൈഡും 3 കളറായിട്ട്, ഒന്ന് സിൽവർ കളറും നടുഭാഗത്തൊരു ബ്ലാക്ക് ഷെയ്ഡും ടൈലുമേ ഒരു റെഡ് കളറായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ 1.5 ഐറ്റമാണ് ഇപ്പോൾ ഈ സിൽവറാഡോ. അപ്പോൾ ഇത് ബ്ലാക്ക് ഐ ആയതുകൊണ്ട് നമുക്ക് ആർക്കും ധൈര്യമായിട്ട് വളർത്താവുന്ന ഒരു ഐറ്റമാണത്. അപ്പോൾ നമുക്കിത് വളർത്തി നോക്കാം. എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടി, അതൊരു ഭാഗ്യം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗപ്പിനോടി നമുക്ക് നോക്കാം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അൽബിനോ റെഡ് റോസ്. ഇത് നമ്മളെ കയ്യിൽ ആദ്യമായിട്ടാണ് റെഡ് റോസ് അൽബിനോയിൽ എത്തുന്നത്. ഫുൾ റെഡൊക്കെ കിട്ടുന്നുണ്ട്. റെഡ് റോസ് ആയിട്ടുള്ള അൽബിനോട്ട് നമ്മളെ കയ്യിൽ ആദ്യമായിട്ടാണ് എത്തുന്നത്. അപ്പോൾ അതൊരു പെയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെറൈറ്റി ആയിട്ട് എടുത്തിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അൽബിനോ ആണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ അതാണ് മുതൽ ഐറ്റം. അപ്പോൾ അൽബിനോ. അപ്പോൾ നമുക്ക് അൽബിനോ എല്ലാവരും പറയുമ്പോൾ ഒരു പേടിയുണ്ടാവും, പക്ഷേ നമുക്കത് പേടി കൂടാതെ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അൽബിനോ. ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്, അതൊന്നുമില്ല. പക്ഷെ നമുക്ക് ഏത് ആൾക്കാർക്കും വളർത്താൻ പറ്റും. അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് അൽബിനോ. ഏത് അൽബിനോ ആണെങ്കിലും. അപ്പോൾ ഇത് അൽബിനോ റെഡ് റോസാണ്. ഫുള്ളൊരു റെഡ് കളറല്ല, റോസ് കളറായിട്ട് റെഡും റോസ് കളറോടും കൂടി ചേർന്ന ഒരു കളർ. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ റോസ് കളർ അതിൻ്റെ ഒരു മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റിലെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ റോസ് കളർ കാണാനുണ്ട്. പിന്നെ കുറച്ച് റെഡ് കളറും ആയിട്ടുള്ളത്. അപ്പോൾ ഇയറും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ റോസ് കളറും ചേർന്നതാണ്. പിന്നെ റെഡും കളറോട് കൂടി 2 കളറും മിക്സായി കളർ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ കൂടി നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഭംഗി നമുക്ക് നോക്കാൻ പറ്റുള്ളൂ.
നല്ല രസമുണ്ട് കാണാൻ. അതിൽ പ്രത്യേക അടിയിലൊരു ഷേപ്പ്, നല്ല ഒരു വൈറ്റ് ഒരു ഷേപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. കണ്ണ് റെഡ് കളറായിട്ട്, അതുകൊണ്ടാണ് നമുക്കൊരു ആൽബിനോ എന്ന് പേര് വരാനുള്ള കാരണം. അതിൻ്റെ ഡോർസിൽ വരുമ്പോഴാണ് അവിടെ ഒരു റോസ് കളറായിട്ട് വരുന്നത്. പിന്നെ ടെയിലും ചെറിയ റോസ് കളറുണ്ട്. പിന്നെ ടെയിൽ തുടങ്ങുന്ന ഭാഗത്ത് എൻഡ് ചെയ്യുന്ന ഭാഗത്തും ചെറിയൊരു റോസ് കളർ കാണുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇരിക്കുന്നതൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭംഗി നല്ല രസമുണ്ടായിരിക്കും. ഫീമെയിൽ ജൂനൽ സൈസാണ്. അപ്പോൾ മെയിൽ കുറച്ചുകൂടി വലിയ സൈസാണ്. അവിടെ നമുക്കൊരു പ്രോബ്ലം ഇല്ല. ആവശ്യം പ്രായമായ സംഭവം തന്നെയാണ്, നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഒരു ടെയിൽ നല്ല വിരിഞ്ഞിരിക്കും, നല്ല രസമുണ്ട് കാണാൻ തന്നെ, നോക്കിയിരുന്ന് പോകും. അതാണ് അൽബിനോ പറയുമ്പോൾ ഒരു നല്ല ഗപ്പികൾക്ക് ഭംഗി എന്ന് പറയുന്നത് 1.5 ഐറ്റായിരിക്കും ഒരു ഗപ്പി. അപ്പോൾ നമുക്കിവിടെ വളർത്തി നോക്കണം. ഞാൻ നമ്മൾ ബ്രീഡിംഗ് കേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, എന്ത് ഫിഷ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 4 ദിവസം മുന്നേ തന്നെ ടാങ്കൊക്കെ സെറ്റാക്കി റെഡിയാക്കും. അപ്പോൾ അതിൽ തന്നെ നമ്മളെ ബ്രീഡിംഗ് കേജാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ബ്രീഡിംഗ് കേജ് അതിലിട്ട് ഇങ്ങനെ വയ്ക്കും. ഇതിപ്പോൾ ഞാൻ മിഞ്ഞാന്ന് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അതിനെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഒരു പുതിയൊരു വീട്ടിലേക്ക് എത്തി. ഇനി നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്താം. കുഞ്ഞുങ്ങളൊക്കെ ഇട്ടട്ടെ. അടുത്ത ഐറ്റം നമുക്ക് അടുത്ത ഗപ്പികളെ നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ സാധാരണ നമ്മൾ മേടിക്കുന്നത് തന്നെയാണ് പർപ്പിൾ ബെറി ഡ്രാഗൺ ഡംബോയറാണ്. അത് ജൂനിയർ സൈസാണ് അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത്. നമുക്ക് അതും കൂടി നോക്കാം. ഇപ്പോൾ ചെറിയ സൈസാണ്. നമുക്ക് ഇത് സൈഡ് വീനേക്കാളും മോൾ വീൻ ഒക്കെ ഇത് കണക്കിൻ്റെ ഏകദേശം നോക്കാം. ഇതാണ് ആ ഐറ്റം, പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ ഡംബോയറാണ്. ഇപ്പോൾ ജൂനിയർ സൈസാണ് ഇത് എടുത്തിട്ടുള്ളത്. സൈസ് കൂടുമ്പോഴാണ് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഭംഗിയും കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് വളരെ ചെറിയ സൈസാണ്. നമുക്ക് ഏകദേശം ഒരു മാസത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൈസിലുള്ള മെയിലും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ബ്ലൂ കളറായിട്ട് വരുന്നത്. നമുക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് കൂടുതൽ ഡിമാൻഡായി വന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗണ്. കാരണം ഇത് നല്ല പക്ക സ്റ്റേബിളാണ്, വേറൊരു കളറും ഇതിൽ ഇറങ്ങുന്നില്ല. കുഞ്ഞുങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ ഇത് തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. പിന്നെ ഈ ബിഗ് ഇയർ പ്രേമികൾക്കും എടുത്ത് വളർത്താൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഈ ചെറിയ സൈസാകുമ്പോൾ തന്നെ നമുക്കിത് ഏകദേശം ഇപ്പോൾ എത്രത്തോളം ഇയറും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അത് വലിയ സൈസാകുമ്പോൾ നമ്മൾ പല സ്ഥലത്ത് നമ്മൾ പർപ്പിൾ ബെറിൻ്റെ ഡ്രാഗണിൻ്റെ നമ്മൾ ബ്രൂഡൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല സൈസായിട്ടുള്ള ഇയറൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളർത്തി നോക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്കിത് വീണ്ടും ഞാൻ പർപ്പിൾ ബെറി ഡ്രാഗൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന്. ഇത് ഷിംബുകളാണ്. ഷിംബ് എന്ന് പറയുന്നത് പംകിൻ യെല്ലോ, പിന്നുള്ളത് റെഡ് റില്ലി. റെഡ് ലിയറിന് അതിൻ്റെ നടുഭാഗം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. റെഡ് റില്ലി അതിൻ്റെ നടുഭാഗം ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് രണ്ട് ഭാഗത്തും റെഡ് കളറായിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല അടിപൊളി സാധനമാണ് ഇത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ജനിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിരിക്കും മിക്കവാറും വരിക. പിന്നെ കുറച്ചുകൂടി സൈസ് ആകുമ്പോഴാണ് അതിൻ്റെ രണ്ട് ഭാഗത്തും റെഡിഷ് കളർ കയറിയിട്ട് നടുഭാഗത്ത് ട്രാൻസ്പെറൻ്റ് ആയി കാണുന്നത്. അപ്പോൾ നല്ല അടിപൊളി സാധനം തന്നെയാണ് ഇത് ഒരു റെഡ് റില്ലി എന്ന് പറയുന്നത്. നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ഈ റെഡ് റില്ലി എന്ന് പറയുന്നത്. അധിക കാലത്തും ഈ സാധനം കിട്ടാനില്ല, ഉള്ളത് തന്നെ വളരെ കുറവുമാണ്. അപ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്നവരും കുറവാണ്. അതേപോലെ ഒന്ന് എഗ്ഗ് ലോഡായിട്ട് പോകണം. എഗ്ഗ് ലോഡായതുകൊണ്ട് ഏകദേശം നമ്മളിതിപ്പോൾ ടാങ്കിലേക്ക് ഇടുമ്പോൾ തന്നെ ഇത് നമുക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിതാ എഗ്ഗ് ലോഡായിട്ടുണ്ടത്. അപ്പോൾ നല്ല ഒരു അടിപൊളി ഐറ്റമാണ് ഈ റെഡ് റില്ലി എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അത് വളർത്തി നോക്കാം. കാണാൻ നല്ല ലുക്കാണ്. കാരണം മക്കോടത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ റെഡ് റില്ലി എന്ന് പറയുന്നത്. നമുക്കിതിനെ വളർത്തി നോക്കി നോക്കാം. പംകിൻ യെല്ലോ ഏകദേശം ഗോൾഡൻ ബാക്കിൻ്റെ അതേ രീതി തന്നെയാണ് പംകിൻ യെല്ലോ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാവരുടെ അടുത്തും ഉള്ള ഒരു ഐറ്റമാണ്. ഇതിലും നമുക്കിത് എഗ്ഗ് ലോഡായത് കാണുന്നു. കുഞ്ഞുങ്ങളെല്ലാം എഗ്ഗായിട്ടുണ്ട്. 2-3 എഗ്ഗായിട്ട് ഇതിൽ കിടക്കുന്നുണ്ട്. ഇത് കിട്ടുമ്പോഴേക്ക് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് നല്ല ഒരു ഐറ്റമാണ് ഈ പംകിൻ യെല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വളർത്തി നോക്കി നോക്കാം. ഇത് നമുക്ക് വളർത്തണമെങ്കിൽ നമ്മൾ വലിയ കെയറിങ്ങും കാര്യങ്ങളും കൊടുക്കാത്ത ഒരു ഐറ്റമാണ് നമുക്കൊരു റെഡ് റില്ലി എന്ന് പറയുന്നത്. വാട്ടർ ചേഞ്ച് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഒരാഴ്ച കൂടുമ്പോൾ 20% വെള്ളം ഒഴിവാക്കിയിട്ട് 20% അടിത്ത് കൊടുക്കണം. വാട്ടർ ടെമ്പറേച്ചർ മസ്റ്റായിട്ട് വാട്ടർ ക്വാളിറ്റി മസ്റ്റായിട്ട് ചെയ്താൽ നമുക്ക് നല്ല കളറിലും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് സിമെൻറ്റ് ടാങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് ബേസിനേക്കാളും കൂടുതൽ നമുക്ക് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമെൻറ്റ് ടാങ്കിൽ ഇത് വളർത്തി നോക്കട്ടെ, എത്രത്തോളം നമുക്കത് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കി നോക്കണം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒപ്പമുള്ള ഈ ഇത് ഗ്രാസ് നമ്മളെ പഴയ കാലത്ത് ആ ഒരു പ്ലാന്റാണ് നജാസ് ഗ്രാസ്. അതുകൂടി ഇടുമ്പോഴാണ് ഈ ഒരു
നമ്മൾ ഈ ഒരു പംകിൻ യെല്ലോനെ കാണാൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാലും നല്ല അടിപൊളി ഒരു ഐറ്റമാണ് പംകിൻ യെല്ലോ. അപ്പോൾ അദ്ദേഹം അയച്ചത് ഒക്കെ മുട്ടകൾ വിരിയാനായ ഇതൊക്കെയാണ് അയച്ചത്. നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഏകദേശം 4 ദിവസം നമ്മളേക്കിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് MJ അക്വ ഷോപ്പിൻ്റെ കയ്യിൽ നിന്ന് വെബ്സൈറ്റ് എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ അൺബോക്സിങ്. നമ്മൾ ഗപ്പികൾ ഷ്രിമ്പ് ഒക്കെ ആയി. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ എടുക്കുന്ന ഒരു ഇതാണ് MJ അക്വ ഷോപ്പി. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടുമായി നിങ്ങൾക്ക് അതിൽ ഓർഡർ ചെയ്യാം. അതേമാതിരി തന്നെ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങൾക്ക് വരുത്താം. അപ്പോൾ പല വെറൈറ്റി ഫിഷുകളും മറ്റേ വാട്ടർ പ്ലാന്റ്സുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ വെബ്സൈറ്റിൽ നോക്കിയാൽ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പല ഐറ്റം ഗപ്പികളും ഐറ്റം ഫിഷുകളും പിന്നെ ഇതേമാതിരി വാട്ടർ പ്ലാന്റ്സുകൾ പിന്നെ ഷ്രിമ്പുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ 4ാമത്തെ തവണ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫിഷുകൾ എടുക്കുന്നത് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു വെബ്സൈറ്റാണത്. അപ്പോൾ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കി നോക്കാം. നിങ്ങൾക്ക് അതിലുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ഈ MJ അക്വ ഷോപ്പിൽ നിന്ന് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഫിഷിനൊക്കെ മേടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചെയ്യും. അതൊരു ഗ്യാരണ്ടി ആയിട്ട് കൂടി നമുക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ അൺബോക്സിങ്. നമ്മൾ ഗപ്പികൾ ഷ്രിമ്പ് ഒക്കെ ആയി. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ എടുക്കുന്ന ഒരു ഇതാണ് MJ അക്വ ഷോപ്പി. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടുമായി നിങ്ങൾക്ക് അതിൽ ഓർഡർ ചെയ്യാം. അതേമാതിരി തന്നെ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങൾക്ക് വരുത്താം. പല വെറൈറ്റി ഫിഷുകളും മറ്റേ വാട്ടർ പ്ലാന്റ്സുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ വെബ്സൈറ്റിൽ നോക്കിയാൽ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പല ഐറ്റം ഗപ്പികളും ഐറ്റം ഫിഷുകളും പിന്നെ ഇതേമാതിരി വാട്ടർ പ്ലാന്റ്സുകൾ പിന്നെ ഷ്രിമ്പുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ 4ാമത്തെ തവണ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫിഷുകൾ എടുക്കുന്നത് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു വെബ്സൈറ്റാണത്. അപ്പോൾ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കി നോക്കാം. നിങ്ങൾക്ക് അതിലുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.